എന്തോ എങ്ങനെ വിലാസിനി ചേച്ചിയെ അന്ന് എന്റെ മുന്നിൽ വെച്ചാ സാമിക്കഞ്ഞ് ചോദിച്ച് വീട്ടിലെ ചോറ്റുപാത്രത്തെ അങ്ങോട്ട് തന്നു വിട്ടത്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എനിക്കങ്ങ് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? അന്ന് ചോറ്റാത്രത്തിന്റെ അടപ്പ് ചെമ്പിനകത്ത് പോയപ്പോഴേ കൈയിട്ടിളക്കിയതിന് മണിയമ്പിള്ള തവിക്കിട്ട് എന്റെ തലയ്ക്കൊന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർമ്മയുണ്ടോ? അത് മണിയമ്പിള്ള അല്ലല്ലേ, സുശീല ചേച്ചിയല്ലേ. മണിയമ്പിള്ള തല്ലിയത് പുഴുക്ക് വാരി ബക്കറ്റിന്റെ അകത്ത് കൊണ്ടുപോയിന്. അവർക്ക് തേഞ്ഞില്ലെന്ന്. ബക്കറ്റോ? അതിന്റെ ഇടയ്ക്ക് ബക്കറ്റ് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ വീട്ടിൽ നിന്ന്. കാല അതിന്റെ ഇടയ്ക്ക് നീ ബക്കറ്റ് ഓടിച്ചോണ്ട് പോയോ? എന്നിട്ട് ബക്കറ്റ് എന്താ? ബക്കറ്റ് വാച്ച് എറിഞ്ഞ് പൊട്ടിച്ച്. എനിക്കൊന്നും അറിയണ്ട. ചിന്നമ്മ അവിടെ കിടന്ന് കയറി പൊട്ടിച്ചോണ്ടിരിക്കുവോ? എവിടുന്നാന്ന് വെച്ചാൽ കട്ടോ മൂട്ടിച്ചോ വൈകിട്ട് ചോറ്റാത്ര ബക്കറ്റും വീട്ടിലെത്തിക്കണം. പെങ്ങളെ ആദ്യം നിലക്ക് ചേർത്ത്, അല്ലെങ്കിൽ തലയിൽ കയറി നിരങ്ങി. ആ വെടിച്ചേർത്തേ പറയടാ, ഞങ്ങൾ പാലത്തിന്റെ അടുത്തിട്ട്. നീ ഇങ്ങോട്ട് വാ. വെടിച്ചെടുത്തോണ്ടെന്ന് ഇടപാട് അതൊക്കെ ഉണ്ട്, തനിക്കും ഗുണമുള്ള പരിപാടിയാ. എനിക്കോ? എന്തുവാ? അതൊക്കെ ഉണ്ട്, വാ. അത്താണ്ട് വല്ല വള്ളിക്കെട്ട് പരിപാടിയാണെങ്കിലുണ്ടല്ലോ നമ്മളെ കിട്ടി. വള്ളിക്കെട്ടാ തള്ളക്കിട്ടാന്നൊക്കെ ഞാൻ പറയാപ്പാ. മത്ത നീ എന്തു ഈ പറയുന്നത്? തള്ളക്കിട്ട ഒന്ന് തെളിച്ചു പറയണം. ഇങ്ങോട്ട് വേണം. കാലം ഫോൺ കൊടുക്കുന്നില്ല. മത്ത നീ കാര്യം എന്തോന്ന് വെച്ചാൽ പറ, അല്ല ഞാൻ പോവാ പുല്ല്. ഇതോടോ വേറൊന്നുമല്ല, ആ തള്ളക്കിട്ടൊരു പണി കൊടുക്കാനാ. ഏത് തള്ളക്ക്? നിങ്ങളെ മറ്റേ അലീനാണ് ആ സൈക്കോ തള്ളക്ക്. ഒന്ന് എന്റെ അമ്മായിമ്മ കിട്ടാനും പണിയാണ് കേട്ടോ. താഴെ ചായ കുടിച്ചാൽ ഒറ്റ പോക്കല്ലായിരുന്നു. ആ തള്ളനായാലും ചൂല് അടിയോട്ടെ ഞാനാ 10 മണിയെന്ന് പറഞ്ഞാൽ പണിയിരിക്കും. ഇത് നോക്ക് നത്ത എന്റെ നിക്കർ. തന്റെ നിക്കർ നോക്കാനല്ല, തള്ള പപ്പടം കുത്തിയ പാട് നോക്കണം. ഇത് കണ്ട ചട്ടത്തിന് അടിച്ചാ ഓടിച്ചിരിക്കുന്നത്, കല്ലിച്ചിടക്കുക. മതി മതി നിർത്ത്. നീ എന്തോ ചെയ്യാനാ പോന്നെ? തോട്ട പൊട്ടിച്ച് തള്ളയെന്ന് വരട്ടെ. ഫോട്ടോ ഓടിക്കണം. പോടാ കഴിഞ്ഞിട്ട് തോട്ടം കണ പോയിട്ട് തള്ള കണ തീർന്നു പോയ പിന്നെ അത് മതി. ഈ കളിയാ പോയെ പോയെ. തള്ള തീരുന്നേ തീരട്ടു, അതിന്റെ ഗുണം തനിക്കൂടാ. എനിക്കാ? എങ്ങനെ പൊട്ട നമ്മളെ എന്തോ പറഞ്ഞത്? അമ്മയോട് ചോദിച്ചിട്ട് പറയാന്നല്ലേ. അതിന്റെ അർത്ഥം എന്ത്? അവക്ക് തന്നെ ഇഷ്ടമൊക്കെ, പക്ഷെ ആ തൈക്കോ തള്ള ജീവിച്ചിരിക്കുന്ന കാലം മോൻ ആ പള്ളിയിൽ നിന്ന് കുർബാന വിടാൻ പറ്റത്തില്ല. തള്ള അടിച്ച് പെട്ടിയിലാക്കിയ തനിക്ക് നേട്ടം എനിക്ക് നേട്ടം. എങ്ങനെ? ശരിയാ, തള്ള വെട്ടിയിലും ആവും അവനകത്തും ആവും നേട്ടാ. എന്തോ കടുപ്പില്ലേ? ഇപ്പൊ തോട്ടം പൊട്ടിച്ചാൽ മീൻ പോലും ചാകുന്നില്ല. പിന്നെ തന്റെ വായത്തിന് ആ തള്ള ഉരുണ്ട് പടച്ചങ്ങനെ വീണ് കഴിഞ്ഞാലേ അലിയുടെ ഹോസ്റ്റലിൽ നിന്ന് വരും. എങ്ങനെ പൊളിച്ചളിയോ? ചെരുപ്പ് കിടക്കോ? നീ ഇവിടെ നീരാട്ട് നടത്തിക്കൊണ്ടിരുന്നു. അളിയാ വെടിച്ചെടുത്ത്. അളിയോ തോട്ട ഇവന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കണം കാലമാണ്. നീ ഈത്തൊക്കെ നോക്കി പെണ്ണേ, ടോണി എടുത്ത് കാണും. മാനം പിടിച്ച് പൊട്ടി കത്തിക്കട്ടെ. എന്റെ പൊന്നോ തോന്നെ തുടങ്ങിയിരിക്കും. തുണയാ നീ അതിനെ പിടിച്ച് പൂട്ടിയേ, അതവിടെ കിടക്കട്ടെ. ശരി, പട്ടിയെ കൊണ്ട് തോറ്റിയാന് സാധന. ഏതാടാ തോട്ടി? തോട്ടി എടുക്കുന്ന രണ്ടാമത്തെ എടുപ്പാ. ഇതുകൂടെ കിട്ടിയ കണ്ണൻ തോണിയാ. തലമുടി എടുത്തു. ഇതെന്തോന്നല്ലേ ലേഡീസ് ഹോസ്റ്റല്? അമ്മ തോണി പുറത്തോട്ട് പോകുന്നുണ്ട്. തോണി അവിടെ വെക്കാൻ. ഇപ്പൊ തെന്നടിച്ച് വീണാന്. ടോണി അതാണ് പറഞ്ഞത്. പെട്ടെന്ന് കത്തിക്കണം. പണ്ടാരത് കത്തുന്നില്ല, പെട്ടെന്ന് കത്തിക്കണം. അതെന്റെ അരഞ്ഞാണച്ചാരാണ്. പെട്ടെന്ന് കൊണ്ട് ഞാൻ എടുത്തായിരുന്നടി. നന്നായി. ഇതില് കളിച്ച് പോന്നേനെ. നീ അതിനെ പിടിച്ച് പൂട്ടിയടി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് കത്തിക്കണം. ഒരാവശ്യത്തിന് പുള്ളി കത്തത്തുമില്ല. തള്ള ഈ തോട്ടം ഇതൊക്കെ വലിച്ചിട്ട് കൂടെ അമ്മയ്ക്ക്. താനിനി ഉണ്ടാക്കണ്ട. തോട്ടപ്പൊട്ടത്തിന് ഞാനെന്താ? ഇതും പൊട്ടിയില്ലെങ്കിൽ വീടിച്ചെടുത്തിന്റെ വെടി ഇന്ന് തരും. ചായ തള്ളയുടെ ചായ ചോറിഞ്ഞ് കയറുക പട്ടിക്ക്. തള്ളയുടെ അണ്ണാക്കിയിട്ട് പൊട്ടിച്ചാൽ ശരിയാകത്തു. നിങ്ങളിവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തില്ല, തള്ളയുടെ മൂട്ടിയിട്ട് പൊട്ടിച്ചിട്ട് വരാം. എന്തോ പറയണത്? ഈ പട്ടിയെ കൊണ്ട്
പറ. എന്താ അമ്മ? അമ്മ എന്താന്ന്? ആരാമ്മ അത്? അറിയത്തില്ലടി, ഒരു തീപ്പിടി എറിഞ്ഞിട്ട് ഓടിയടി. തീപ്പെട്ടിയോ? നീ ഇവർ കയറിയില്ലേ? ഓണേ കേട്ടോ, ഞാൻ ഓടിക്കാം. തള്ളട അനക്കൊന്നും കേൾക്കുന്നില്ലോ. തള്ളയത് വിഴി കാണും. തീപിടി പിടി.